ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ എൻ്റെ റൊട്ടീനാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ റൊട്ടീൻ ഫുള്ളായിട്ട് മാറി. അതായത് 2025 ആയപ്പോൾ 2024 ഭയങ്കര ലേസി ആയിട്ടുള്ള ആളായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ ലേറ്റായിട്ട് എണ്ണിക്കാത്തുള്ളൂ. അപ്പോൾ ഞാൻ 2025 ആയപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്തായിരുന്നാലും ഈ വർഷം നേരത്തെ എണ്ണിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ നേരത്തെ എണ്ണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ വിശേഷമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. ഉച്ചവരെയുള്ള വിശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചവരെയൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം കഴുകിയിട്ടാണ് ഞാൻ അടുത്ത് ഇന്നത്തേക്കുള്ള കഞ്ഞിക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ ദിവസത്തെ ചോറൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാത്രം കഴുകി നമുക്കൊന്ന് അടുപ്പിലോട്ട് വയ്ക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ABC ജ്യൂസായിട്ട് അടിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഒന്ന് എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച്, പിന്നെ വൈകിട്ട് നമ്മൾ കാപ്പിയാണ് കുടിക്കാറ്. അതുകൊണ്ട് അതിനുള്ള ലഞ്ചിനുള്ളത് മാത്രമേ ഞാൻ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. വൈകിട്ടുള്ളത് ഞാൻ വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടാവേ. എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഡിന്നറൊന്നും അല്ല. ദോശയും സാമ്പാർ, അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും പുട്ട്, അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും, ലൈറ്റല്ല എന്നാലും അങ്ങനത്തെ കാപ്പി എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കുടിക്കാറ്. ഒരുപാട് ചോറ് മിച്ചം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടാനൊക്കെ ഒരുപാട് മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും കഴിക്കും. അതായത് ചോറായിരിക്കും ഡിന്നറിന് കഴിക്കാറ്. ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ആ സമയത്ത് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ കഞ്ഞിക്കലയെല്ലാം കഴുകി ഇനി നമുക്ക് ഇതിൽ വെള്ളം നിറച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗ്യാസ് സ്റ്റൗ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഇപ്പോൾ അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് പാടാണ്, എന്നാലും ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉടനെ സ്റ്റവും ഗ്യാസൊക്കെ എടുക്കുമ്പോൾ അതിലോട്ട് ഇനി മാറും. തലേ ദിവസം കത്തിച്ചതിൻ്റെ കുറച്ച് ചാരമൊക്കെ അടുപ്പിലുണ്ട്. അതൊക്കെ ഞാനാണെങ്കിൽ ഇതേപോലെ ഒരു ബോട്ടിലാക്കി, ഈ ബോട്ടിൽ നിറയുമ്പോൾ പുറത്ത് വാഴയുണ്ട്, വാഴയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ ആദ്യം ചാരമെല്ലാം മാറ്റിയതിന് ശേഷം തീ കത്തിക്കാനുള്ള പുറപ്പാടാണ്. തീ കത്തിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് കുറേ ചൂട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൊതുമ്പെന്നൊക്കെ പറയും, ആ കൊതുമ്പും പിന്നെ കുറേ പേപ്പറും കൂടെ ഇട്ട് ആദ്യം നന്നായിട്ട് കത്തിക്കും. കത്തിച്ച ശേഷം ചെറിയ ചെറിയ വിറകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുവിധം എങ്ങനെയൊക്കെയോ കത്തിപ്പിടിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ സാധാരണ കഞ്ഞിക്കല എടുത്ത് അടുപ്പിൽ വയ്ക്കാറ്. ആദ്യം ഞാൻ തേയിലയായിരിക്കും ഇട്ട് തുടങ്ങുന്നത്. അടുക്കളയിൽ കയറി എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ ഉടനെ തീ കത്തിച്ച് തേയിലയാണ് ഇടാറ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് കഞ്ഞിക്കലം തന്നെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ച് അരി എടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അരി നന്നായിട്ട് കഴുകി, ഇത് റേഷൻ ചെമ്പാവ് അരിയാണ്, അതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ കഴുകി പറക്കി എടുക്കേണ്ടി വരും. ഞാൻ ഒരു 6-7 വെള്ളമൊക്കെ ഇട്ട് കഴുകും. ആ ഒരു ചെമ്പ കളർ മാറി, ആ ബ്രൗൺ കളറില്ലേ, അത് മാറി ചെറിയൊരു വെള്ള കളർ ആവുന്നത് വരെ ഞാൻ കഴുകും. കാരണം ഇതിൽ ഒരുപാട് പൊടിയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ അരി കഴുകണം. സാധാരണ അരിയാണെങ്കിൽ, അതായത് നോർമലായിട്ടുള്ള COJ അങ്ങനത്തെ അരിയാണെങ്കിൽ ഞാൻ ഒരു 4-5 പ്രാവശ്യമേ കഴുകൂ. പക്ഷേ ഇങ്ങനത്തെയൊക്കെ അരിയാകുമ്പോൾ ഞാൻ ഒരു 7-8 പ്രാവശ്യമെങ്കിലും കഴുകും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ കഴുകി ആ ഒരു വെള്ള കളറാവണ രീതിയിൽ തന്നെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി ഇടാറ്. അരി ഇടുമ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയൊന്നും നിൽക്കില്ല, അതിൻ്റെ കൂടെ തിളയ്ക്കാതെ തന്നെ അരി ഇടാറാണ് പതിവ്. കണ്ടോ, ഇതേപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് ചിലവർ അരി ഇടുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇടാറ്. അതാകുമ്പോൾ അരി കിടന്ന് കുതിർന്ന് വിറക് ഒരുപാട് ആവത്തില്ല. ഇവിടെ വിറക് കിട്ടാൻ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഗ്രാമപ്രദേശമാണ്, ഒരുപാട് വിറകുണ്ട്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഒരു മടി പോയി എടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ്, എൻ്റെ സ്വന്തം വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ വിറകൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇനി നമുക്ക് പച്ചക്കറികളിലോട്ട് പോകാം. ഇന്ന് ഞാൻ അവിയലാണ് വയ്ക്കുന്നത്. ഞാൻ ഫസ്റ്റാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിയൽ വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെന്നോ എന്താണെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും കിട്ടിയ പച്ചക്കറികളെല്ലാം എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അവിയലിലെ എല്ലാ പച്ചക്കറികളും ഇടാൻ വേണ്ടി പറ്റുമെന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയ്യിൽ കിട്ടിയ പച്ചക്കറികളും എല്ലാം എടുത്തിടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സവാളയും ചേർത്തു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വെള്ളം കൂടിപ്പോയി. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയോ 2 പേർക്ക് എത്ര വേണമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം വേണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഈ ഒരു അവിയൽ ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്ന്. കാരണം ഞാൻ ഒരുപാടിട്ട് വെള്ളം വറ്റാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. ഒരു മണിക്കൂർ എടുത്ത ശേഷമാണ് വെള്ളമൊക്കെ വറ്റിയത്.
അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ എന്തോന്ന് ആരുടെ ചോദിച്ച് പഠിക്കണേക്കാളും നമ്മളിങ്ങനെ സ്വന്തമായിട്ട് പഠിച്ച് തെറ്റി നല്ലതിലോട്ട് പോകണതാണ്, അതായത് ശരിയിലോട്ട് പോകണതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തിനിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ വായിൽ വന്നപ്പം വെറുതെ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം തൊലി ചെത്തിയെടുക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കത്തിയും അതുപോലെ തന്നെ ഇങ്ങനെ പീൽ ചെയ്യണ ഒരു കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പീൽ ചെയ്യണില്ല അതും കണ്ടു. അപ്പോൾ ഞാൻ ക്യൂട്ടായതുകൊണ്ട് എടുത്തതാണ്, പക്ഷേ എനിക്കിപ്പോൾ ഉപകാരപ്രദമായി. ഭയങ്കര എളുപ്പമാണ് ഇത് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് പീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ആ ക്യൂട്ടായിട്ടുള്ള കത്തി വെച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് വേറെ കത്തി പറ്റത്തില്ല. അതുകൊണ്ട് ഈ ക്യൂട്ടായിട്ടുള്ള കത്തി വെച്ച് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് സൗണ്ടൊക്കെ കാണും, വണ്ടിയുടെയും ഹോണിൻ്റെയും എല്ലാം ഒരുപാട് സൗണ്ട് കാണും. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം, ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ്, എന്നാലും ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഒരു ട്രിവാൻഡ്രംകാരിയാണ്. അപ്പോൾ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർക്ക് മനസ്സിലാവുമായിരിക്കും. ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കണം എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റലും വിക്കും ഒക്കെ വരുന്നത്. കാരണം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 3 വർഷം മുൻപെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കാത്ത ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ആൾക്കാരായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം കുറച്ചിങ്ങനെ സംസാരിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വീഡിയോസിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത് അടുത്ത വീഡിയോയിൽ വരുമ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എൻ്റെ ഈ സംസാരം ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത ശേഷം ഞാൻ കട്ട് ചെയ്തത് ഉള്ളിയാണ്. വലിയ ഉള്ളി ഇടൂലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ അവിയലിലിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കത്രിക്ക പൊരിച്ചതാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത്. അതായത് മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചാണ് കത്രിക കണ്ടപ്പോൾ കത്രിക പൊരിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും അങ്ങനെ മിക്സ് എല്ലാം തയ്യാറാക്കി, പിന്നെ എൻ്റെ സ്പെഷ്യൽ മിക്സൊക്കെ ഉണ്ട്, അതെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ കത്രിക നന്നായിട്ട് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. നമ്മൾ സാധാരണ മീനിലൊക്കെ ഇടുന്നില്ലേ, അതേപോലെ. അത് കഴിഞ്ഞ് ബാക്കി വന്ന പച്ചക്കറികൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചക്കറികളെല്ലാം എടുത്ത് ഇരുന്ന കവറിൽ തന്നെ ആക്കി ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അവിയലുണ്ടാക്കേണ്ട പരിപാടിയാണ്. കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്, കുറച്ചധികം വെള്ളം ഞാൻ ചേർത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചേക്കാണ്. അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഞാൻ തേങ്ങ തിരുവാൻ തുടങ്ങി. സാധാരണ ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ച് അത് ഫുള്ളും തിരുകി ഫ്രിഡ്ജിലാണ് വയ്ക്കാറ്. തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഇനി തിരുകിയിട്ട് വേണം നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഞാൻ എല്ലാ തേങ്ങയും, ഒരു മുറിയല്ല, ഫുൾ തേങ്ങയും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തൊണ്ടയ്ക്ക് പ്രശ്നം. അപ്പോൾ ഫുൾ തേങ്ങയും ഞാൻ തിരുകി ആവശ്യത്തിന് എടുത്ത ശേഷം ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തോ പറയണമെന്ന്. എനിക്ക് പെട്ടെന്ന് വായിൽ സെൻറ്റൻസ് ഒന്നും വരുന്നില്ല. ചിലവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ സെൻറ്റൻസ് വരും. അത് കേൾക്കാനും ഒരു വല്ലാത്തൊരു രസമായിരിക്കും. പക്ഷേ എനിക്ക് എന്തെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ സെൻറ്റൻസ് ഒന്നും വരില്ല. നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പം ചിലപ്പോൾ വരുമായിരിക്കും, എന്തോ അറിഞ്ഞൂടാ. എന്തായിരുന്നാലും അവിയലിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് മാതളം ജ്യൂസ് അടിച്ച് അമ്മാമ്മയ്ക്ക് കൊടുക്കണം. ഇടയ്ക്ക് കറണ്ട് പോയി, അമ്മാമ്മയ്ക്ക് എന്തോ ബ്ലഡിൻ്റെ എന്തോ കുറവുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ മാതളം ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റൊട്ടീനിൽ ജ്യൂസൊന്നും വരില്ല. അപ്പോൾ ഇന്ന് മാതളം ജ്യൂസ് കുറച്ച് അടിച്ചു കൊടുക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് മാതളം പൊട്ടിക്കാനേ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് ഓരോരോ അല്ലിയായിട്ട് ഇങ്ങനെ വീഴുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, എന്തോ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ABC ജ്യൂസും കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം മാതള അരച്ച ജ്യൂസ് അതിലോട്ട് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. പിന്നെ വാങ്ങി കുടിച്ച ശേഷം അമ്മാമ്മ പോയി. നമ്മളെ വീട്ടിലല്ല താമസിക്കുന്നത്, അപ്പുറത്തെ വീട്ടിലാണ് അമ്മാമ്മ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കത്രിക്കയാണ് ഇനി പൊരിക്കാൻ വേണ്ടി വയ്ക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ചമ്മന്തിയും കൂടെ അരച്ച് വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വറുത്താണ് എടുക്കുന്നത് ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചമ്മന്തിക്കും വേണ്ടി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം റെഡിയായി. ചോറ്, പിന്നെ അവിയലുണ്ടായിരുന്നു, കത്രിക്ക പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ ദാ ഈ ചമ്മന്തി ഇപ്പോൾ റെഡിയാവും. ഇപ്പം തന്നെ ഒരുപാട് ടൈം ലേറ്റായി. ഉച്ച വരെ എനിക്ക് ഭയങ്കര പണിയാണ്. ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴാണ് ഞാൻ ഇനി റീൽസ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അതായത് ഷോർട്ട് വീഡിയോ ഇല്ലേ, റീൽസ് എന്നാണ് ഞാൻ എൻ്റെ വായിൽ എപ്പോഴും വരുന്നത്. ഷോർട്ട് വീഡിയോ, യൂട്യൂബ് ഷോർട്ട് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. തുണി അലക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.